ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിയുജി. നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി നരയ്ക്കലും അതുപോലെ തന്നെ മുടിയുടെ ചെമ്പൻ നിറമൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇന്ന് ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ മുതിർന്നവരുടെ ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് മുടി നര എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഹെയർ പാക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് 1 ടീസ്പൂൺ എള്ളാണ്. എള്ളിൽ വൈറ്റമിൻ ഇയും B6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം എള്ളുണ്ടയൊക്കെ കഴിക്കുന്നത് മുടി വളരാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് എള്ളുണ്ട കഴിക്കാം. അതേപോലെ തന്നെയാണ് ഈ ഹെയർ പാക്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ്. മുടിക്ക് കറുപ്പ് നിറം കുറവുള്ളവർക്കൊക്കെ നല്ലതായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണിത്. അതേപോലെ തന്നെ നര കുറയ്ക്കാനും സഹായിക്കും. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അത് മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്. ഇതിൽ omega-3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മുടി വരണ്ട് പോവുക, മുടി നരയ്ക്കുക പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിനെല്ലാത്തിനും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും നമുക്ക് ഒന്ന് കഴിയതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു 4-5 മണിക്കൂർ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മളെടുത്ത് നമുക്ക് അരക്കുകയാണ് വേണ്ടത്. അരച്ച് പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ എള്ളും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരല്പം വലിപ്പം വയ്ക്കും. അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മുടെ മുടിക്ക് ബ്ലാക്ക് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫ്രിസി ഡാമേജ്ഡ് ഹെയർ ഉള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ കറിവേപ്പില സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ ഈ കറിവേപ്പില ഹെയർ പാക്കുകളിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് മുടി നരയ്ക്കുന്ന പ്രോസസ്സിനെ കുറയ്ക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ കറിവേപ്പിലയ്ക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തലേദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ഇതിൻ്റെ തരികളിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അത് ശരിയാവണ്ണം പോയില്ലെങ്കിൽ അത് നമ്മുടെ മുടിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സാധാരണ പോലെ മുടിയൊന്ന് ചീകി നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കുറഞ്ഞത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. സ്കാൽപ്പിൽ നന്നായിട്ടൊക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. അതേപോലെ തന്നെ മുടിയിലും മുടി തുമ്പിലും ഒക്കെ പുരട്ടാവുന്നതാണ്. നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് 30 മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ എൻ്റെ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് മുടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി മാനേജബിൾ ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഹെയർ പാക്കുകൾ നമ്മൾ റെഗുലറായിട്ടൊക്കെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നര കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഒറ്റയടിക്ക് നമ്മുടെ മുടി നര മാറി കിട്ടുമെന്നല്ല ഇതിൽ അവകാശപ്പെടുന്നത്. അത് ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ മുടിയിൽ ഡൈയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ മുടി ഡാമേജ് ആകുന്നത് നല്ല രീതിയിൽ തന്നെ തടയാൻ പറ്റും. അതുപോലെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുടിനരയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതേപോലെ തന്നെ പോഷകാഹാരക്കുറവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേർക്കറിയാം മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ക്ലോറിൻ വാട്ടർ കുറച്ച് സമയം 1 മണിക്കൂറെങ്കിലും ബക്കറ്റിൽ പിടിച്ച് വെച്ചതിന് ശേഷം വേണം, തുറന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു മുടിനരയുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ പാക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചെമ്പിക്കലൊക്കെ ഗ്രാജുവലി കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ എനിക്ക് മുടി ചെമ്പിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക് എന്താണ് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.